ശ്രീ രാജൻ ജോസഫ്, ഈ രണ്ട് കാര്യങ്ങൾ കൂടി. ഒന്ന്, ഈ കൂടിയാലോചന നടത്തിയില്ല, മറ്റു പാർട്ടികളിൽ ആശയക്കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ചു എന്നുള്ളൊരു സംഗതി. ഇതിപ്പോൾ പറ്റിപ്പോയി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രതിപക്ഷം ഒരർത്ഥത്തിൽ, രാഷ്ട്രീയ അർത്ഥത്തിൽ, അല്ലെങ്കിൽ വിലപേശൽ രാഷ്ട്രീയ അർത്ഥത്തിൽ, വോട്ട് ബാങ്ക് രാഷ്ട്രീയ അർത്ഥത്തിൽ പ്രതിപക്ഷം പകച്ചുപോയി. പിന്നെ പാർട്ടികളെ പ്രതിനിധികളെ തെരഞ്ഞെടുത്ത രീതി, ഇപ്പോൾ കേണൽ ഡിന്നി പറഞ്ഞതുപോലെ ഡോക്ടർ ശശി തരൂരിൻ്റെ ഏറ്റവും വലിയ ടാലൻറ്റ്, പ്രതിഭ എന്ന് പറയുന്നത് ഗിഫ്റ്റ് ഓഫ് ഗാബ് എന്ന് പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ വൊക്കാബുലറിയും സംസാരിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ മികവുമാണ്. രണ്ട്, ഒരുപക്ഷെ ഭാരതത്തെക്കാൾ കൂടുതൽ വിദേശ രാജ്യങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ള അദ്ദേഹത്തിന് എവിടെ പോയി എങ്ങനെ പറയണം എന്നറിയാം. അതുപോലുള്ളവരെ തിരഞ്ഞെടുക്കുന്നു. സൽമാൻ ഖുർഷിദിനെ തിരഞ്ഞെടുക്കുന്നു, കനിമൊഴിയെ തിരഞ്ഞെടുക്കുന്നു, സുപ്രിയ സുലയെ തിരഞ്ഞെടുക്കുന്നു, അസദുദ്ദീൻ ഒവൈസിയെ തിരഞ്ഞെടുത്ത് അദ്ദേഹം പറഞ്ഞാൽ മനസ്സിലാകുന്ന ഇടങ്ങളിലേക്ക് വിടുന്നു. അത് അദ്ദേഹം മനോഹരമായി നിർവഹിക്കുന്നു. ഇതൊക്കെ പാർട്ടികളിൽ അല്ലെങ്കിൽ പ്രതിപക്ഷത്ത് ആശയക്കുഴപ്പമുണ്ടാക്കാനാണ് എന്ന് വ്യാഖ്യാനിക്കുന്നത് ശ്രീ രാജൻ ജോസഫ്. ഇത് പിന്നെ ഈ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവരോട് പാർട്ടിയോട് ആലോചിച്ചില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇവർ പാർട്ടിയോട് ആലോചിച്ചില്ല. ഡൊണാൾഡ് ട്രംപിനെ വരെ ശാസിച്ച ആൾക്കാർ, ശാസിക്കാൻ വേണ്ടി PV കൂടുമെന്ന് പറഞ്ഞ ആൾക്കാരാണ് MA ബേബി. പുള്ളിക്ക് എനിക്കറിയില്ല, പുള്ളിയുടെ മാതാപിതാക്കൾ പുള്ളിക്ക് ഈ മാനസിക വളർച്ച ഇതേ അവസ്ഥയിൽ തന്നെ എല്ലാ കാലത്തും നിൽക്കുമെന്ന് മുൻകൂട്ടി കണ്ടിട്ടാണോ ബേബി എന്നുള്ള പേരിട്ടതെന്ന് പോലും എനിക്ക് സംശയം തോന്നാറുണ്ട്. ഈ സൂര്യമാനസം എന്ന സിനിമയിലെ പുട്രമീസിൻ്റെ കഥാപാത്രത്തിൻ്റെ രീതിയിലാണ് പല കാര്യങ്ങൾക്കകത്തും അപക്വമായിട്ടാണ് ഇടപെടുന്നത് എന്നുള്ളതാണ്. രണ്ട്, പിന്നെ ഈ സംഘത്തെക്കുറിച്ച്, വിദേശത്തേക്ക് നമ്മൾ പറഞ്ഞ പ്രതിനിധി സംഘങ്ങളെക്കുറിച്ച്, ആ പ്രതിനിധി സംഘങ്ങൾ വളരെ ജനാധിപത്യപരമായി എല്ലാ പാർട്ടിക്കും പങ്കാളിത്തമുള്ള രീതിയിൽ ആ ലിസ്റ്റ് തയ്യാറാക്കുന്നു. ഇവരോട് ലിസ്റ്റ് ചോദിച്ചപ്പോൾ ഇവർ വഴിയെ പോണവരൊക്കെ ലിസ്റ്റ് കൊടുത്തു. കോൺഗ്രസ് CPM-നോട് പിന്നെ കൂടിയാലോചിച്ചില്ല എന്ന് പറഞ്ഞു. ജോൺ ബ്രിട്ടാസ് കറക്റ്റോ, പിന്നെ ഏത് പാർട്ടിയാണെങ്കിലും ജോൺ ബ്രിട്ടാസ് രാജ്യസഭയിൽ BJP-ക്കെതിരെ, കേന്ദ്ര സർക്കാരിനെതിരെ ഏറ്റവും ശക്തമായി സംസാരിക്കുന്ന ഒരാളാണ്. പക്ഷേ ജോൺ ബ്രിട്ടാസിൻ്റെ സ്കിൽ ഇവിടെ യൂസ് ചെയ്യുക എന്നുള്ളതറിയാം. ജോൺ ബ്രിട്ടാസ് നല്ല പ്രസൻറ്ററാണ്, നല്ല ഒറേറ്ററാണ്, നല്ല ഡിബേറ്ററാണ്, കാര്യങ്ങൾ നന്നായിട്ട് പിന്നെ അവതരിപ്പിക്കാൻ അറിയുന്ന ആളാണ്. അപ്പോൾ ജോൺ ബ്രിട്ടാസിനെ ഉൾപ്പെടുത്തുന്നു. ഇവരോട് ലിസ്റ്റ് ചോദിച്ചാൽ ഇപ്പോൾ ഇവർ റഹീമിനെ ഉൾപ്പെടുത്തുന്നേ. അതല്ലേ ഇതിൻ്റെ പ്രശ്നം. റഹീം പോയിട്ട് എന്തുണ്ടാക്കാനാ? എന്തെങ്കിലും പറയാൻ പറ്റുമോ? അസദുദ്ദീൻ ഒവൈസി ഉൾപ്പെടെയുള്ളവരുടെ കാര്യം പിന്നെ ഇപ്പോൾ പിന്നെ പ്രതിപക്ഷ പറഞ്ഞു. ഞാൻ പറയട്ടെ, ഓരോരുത്തർക്കും ഓരോ ആളുകളെ തിരഞ്ഞെടുത്ത രീതി, ഓരോ പാർട്ടിയിൽ നിന്നുമുള്ള ആളുകളെ സ്ക്രീൻ ചെയ്ത് തിരഞ്ഞെടുത്ത രീതി, അവരെ നിയോഗിച്ച രാജ്യങ്ങൾ. ശശി തരൂരല്ലേ ഇന്ന് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി S ജയശങ്കറിനെ പോലെ തന്നെ വിദേശ രാജ്യങ്ങൾക്കിടയിൽ സുപരിചിതരായ ഒരാളാണ് ശശി തരൂർ. അദ്ദേഹം UN-ൻ്റെ ഭാഗമായിട്ട് നിരവധി വർഷം പ്രവർത്തിക്കുകയും അതേപോലെ തന്നെ അദ്ദേഹം പിന്നീട് UN പിന്നെ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് മത്സരിക്കുകയും പരാജയപ്പെടുകയും ചെയ്തു. ഒരു രാജ്യങ്ങൾക്കും എല്ലാ രാജ്യത്തെയും ഡിപ്ലോമാറ്റുകൾക്ക് അദ്ദേഹത്തെ അറിയാം. അദ്ദേഹം അന്ന് മത്സരിക്കുന്ന സമയത്ത് വോട്ട് തേടി ക്യാൻവാസ് ചെയ്തിട്ടുള്ള കാലം തൊട്ട് തന്നെയും UN-ൽ പ്രവർത്തിക്കുന്ന കാലം തൊട്ടും ഉള്ള ഒരുപാട് സൗഹൃദ ബന്ധങ്ങളുണ്ട്. ആ സൗഹൃദ ബന്ധങ്ങളുള്ള പലരും പല രാജ്യങ്ങളെയും തലവന്മാരായിട്ട് നിൽക്കുകയാണ്, അല്ലെങ്കിൽ പല രാജ്യങ്ങളുടെയും വിദേശകാര്യ വകുപ്പ് മന്ത്രിമാരായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവർ ആപ്റ്റായിട്ടുള്ള തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഇവർ കൊടുത്ത കോൺഗ്രസിനോട് ലിസ്റ്റ് ചോദിച്ചപ്പോൾ ആ ലിസ്റ്റിൽ അവർ കൊടുത്ത പേരിൽ എന്തുകൊണ്ട് ശശി തരൂർ ഉണ്ടായില്ല? ഇവർക്ക് അതാണ് താല്പര്യം. 10ാം നമ്പർ ജനപദവിയിലെ അടുക്കളക്കാരെയോ അല്ലെങ്കിൽ പിന്നെ അവിടത്തെ ബാക്കിയുള്ളവരെയൊന്നും അല്ല ഇതിന് ലിസ്റ്റിലിടേണ്ടത്. ഒരാളുടെ രാജ്യം അതിസങ്കീർണമായ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് രാജ്യത്തിൻ്റെ വക്താക്കളായി ഈ 150 കോടിയോളം വരുന്ന ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഓരോരുത്തരുടെയും വക്താക്കളായി ലോകത്തെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഇന്ന കാര്യം കൊണ്ടാണ് ഞങ്ങൾക്ക് ആയുധം എടുക്കേണ്ടി വന്നത്, ഞങ്ങൾ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്, ഞങ്ങൾ അധിനിവേശത്തിനല്ല പോയത് എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഒരു ടീമിനെ വിടുമ്പോൾ അതിൽ മര്യാദയ്ക്ക് എഴുത്തും വായന അറിയാത്ത ഏതെങ്കിലുമൊക്കെ ഒരുത്തരെ വിട്ടൊരു കാര്യമുണ്ടോ? ഈ കാര്യത്തെക്കുറിച്ച് പഠിച്ച് അവതരിപ്പിക്കുന്നവരെ വിടണ്ടേ? ശശി തരൂരും ജോൺ ബ്രിട്ടാസും ഒക്കെ നന്നായിട്ട് ഷൈൻ ചെയ്തില്ലേ? അസദുദ്ദീൻ ഒവൈസി നന്നായിട്ട് ഷൈൻ ചെയ്യുന്നില്ലേ? അതുമാത്രമല്ല, നിങ്ങൾ ചിന്തിക്കണം, ഈ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അശ്വിനി വൈഷ്ണവിനെ പോലെയുള്ള ടെക്നോക്രാറ്റിനെ റെയിൽവേ വകുപ്പ് ഏൽപ്പിക്കുന്നു. S ജയശങ്കറിനെ പോലെയുള്ള വിദേശകാര്യ വകുപ്പിൻ്റെ സെക്രട്ടറി ആയിരുന്ന IFS ഉദ്യോഗസ്ഥൻ, ഒരു ഡിപ്ലോമാറ്റ്, അദ്ദേഹത്തെ വിദേശകാര്യ വകുപ്പ് ഏൽപ്പിക്കുന്നു. ഒരുപക്ഷെ കേരളത്തിലെ ആദ്യത്തെ EMS-ൻ്റെ മന്ത്രിസഭ ഇതേപോലെ തന്നെയായിരുന്നു. ജോസഫ് പുണ്ടശ്ശേരിയെ വിദ്യാഭ്യാസ വകുപ്പ് ഏൽപ്പിക്കുന്നു. AR മേനോനെ ആരോഗ്യ വകുപ്പ് ഏൽപ്പിക്കുന്നു. പിന്നെ ജസ്റ്റിസ് കൃഷ്ണയ്യർ, അന്ന് അദ്ദേഹം ജഡ്ജി ആയിട്ടില്ല, അദ്ദേഹത്തെ നിയമകാര്യ വകുപ്പ് ഏൽപ്പിക്കുന്നു. അങ്ങനെ ടാലൻറ്റുള്ള ആൾക്കാരെ അവരുടെ ബാക്കിയുള്ള പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് പോലും നോക്കാതെ
പിന്നെ തിരഞ്ഞെടുത്തതാ. ഇതിനു മുമ്പ് ഭരിച്ചല്ലോ. 2G സ്പെക്ട്രം അഴിമതിയൊക്കെ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ഒരു കേന്ദ്ര ക്യാബിനറ്റ് ഇരുന്നിട്ട് എന്തൊക്കെ പറഞ്ഞാലും, ഞാൻ BJP-കാരനൊന്നുമല്ല, പക്ഷേ നല്ലത് ചെയ്യുന്നതിന് അംഗീകരിക്കുന്നു. EMS സർക്കാരിനെ അംഗീകരിച്ചിട്ടുണ്ട്. നരേന്ദ്രമോദിയുടെ സർക്കാരിനെ കുറിച്ച് ആദ്യത്തെ ക്യാബിനറ്റിലുള്ള ഏതെങ്കിലും ഒരാളെക്കുറിച്ച് ഒരു അഴിമതി ആരോപണം ഉയർന്നു വന്നിട്ടില്ല. 10 വർഷത്തോളം ഇന്ത്യയിലെ പ്രതിരോധ സംവിധാനങ്ങളെ ഫ്രീസ് ചെയ്തിട്ടത് നിർമ്മല സീതാരാമൻ 2022 ബജറ്റ്, പ്രതിരോധ ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് അന്ന് പറഞ്ഞതാ. ഒരു മൊട്ടു സൂചി പോലും മേടിച്ചിട്ടില്ല AK ആന്റണി പ്രതിരോധ മന്ത്രിയായിരുന്ന കാലത്ത്. ഈ നമ്മൾ ഈ പിന്നെ ഈ വൈദ്യൻ, നാടൻ വൈദ്യൻ, മർമാണി വിദഗ്ധൻ കല്യാണം കഴിച്ച കഥ പറയാറുണ്ട്. കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ട് ഫസ്റ്റ് നൈറ്റ് ആദ്യ രാത്രിയിലാകുമ്പോൾ ഇയാൾക്ക് ഭാര്യയെ ഒന്ന് തൊടാൻ പോലും പറ്റുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇയാൾക്ക് തൊടാൻ ആഗ്രഹമുള്ള, ഒന്ന് സ്പർശിക്കാൻ ആഗ്രഹിക്കുന്ന ഭാഗങ്ങളെല്ലാം മർമ്മമാണ്. അതേപോലെയാണ് ഈ മർമാണി വിദഗ്ധൻ മർമ്മം നോക്കി ഇരുന്നതുപോലെ ഞാൻ എന്തെങ്കിലും ചെയ്താൽ അത് അഴിമതി ആരോപണം വരുമോ എന്ന് ഭയന്നിട്ട് ഒരു കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്തില്ല. 2004 തൊട്ട് 2014 വരെയുള്ള കാലത്ത് നിൽ പർച്ചേസിംഗ് ആണ് നടന്നതെന്നാണ് പറഞ്ഞത്. അതിന് ശേഷമാണ് നമ്മൾ പുതിയ ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ മേടിക്കുന്നു, പുതിയ വെപ്പൺസ്, ആം എക്യുപ്മെൻറ്റ്സ് മേടിക്കുന്നു, നമ്മുടെ സൈന്യത്തെ പിന്നെ അപ്ഡേറ്റ് ചെയ്യുന്നു. 2014 മുമ്പായിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പാകിസ്ഥാൻ സേന ഇവിടെ നമ്മളെ കന്യാകുമാരി വരെ വരും. നമ്മളെ എല്ലാ സാധനങ്ങളും പിന്നീട് അപ്ഡേറ്റ് ചെയ്യുന്നത്. അവർ വിഷണറി ആയിട്ടാണ് ഈ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അപക്വമായിട്ടുള്ള ഇമച്ചുറായിട്ടുള്ള ഒരു പ്രസ്താവന പോലും നമ്മുടെ ഭാഗത്തുനിന്ന് ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. 2 വനിതകളെ നിർത്തിയിട്ട്, അതിലൊന്ന് മുസ്ലിം വനിത കേണൽ സോഫിയ ഖുറേഷി, 2 വനിതകളെ നിർത്തിയിട്ട് ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുമ്പം നിങ്ങൾ ഞങ്ങളുടെ സ്ത്രീകളുടെ സിന്ദൂരം വായിച്ചെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു നൽകാൻ ഞങ്ങളുടെ നാട്ടിലെ ആണുങ്ങൾ വേണമെന്നില്ല, ഞങ്ങളുടെ സ്ത്രീകളിതാ എന്ന് പറയുമ്പം ലോകത്തിൻ്റെ മുമ്പിൽ പാകിസ്ഥാനിലെ സ്ത്രീകൾക്ക് ഈ സ്വാതന്ത്ര്യമില്ല. സ്കൂളിൽ പോകുന്നതിനാണ് മലാല എന്ന് പറയുന്ന പെൺകുട്ടിയെ വെടിവെച്ചത്. ആലോചിച്ച് നോക്കൂ. അവിടുത്തെ സ്ത്രീകൾ, അവിടുത്തെ മനുഷ്യർ, അവിടുത്തെ സാധാരണ മനുഷ്യർ അവിടെ അവർ സംപ്രേഷണം നിർത്തിവെച്ചിട്ടില്ലെങ്കിൽ TV-യിലൂടെ കാണുമ്പോൾ അവർക്ക് തോന്നിപ്പോവും ഞങ്ങൾ ഇന്ത്യയിൽ നിന്ന് പോരേണ്ടിയിരുന്നില്ല എന്ന്. അവർക്ക് തോന്നിപ്പോവും ഞങ്ങൾ ഇന്ത്യയിൽ ജനിച്ചിരുന്നെങ്കിലെന്ന്. ആ രീതിയിലേക്ക് ഒരു സ്വപ്നഭൂമിയായിട്ട് മാറുകയല്ലേ.